ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്നേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡലേ മധ്യേ പുഷ്പമഹാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം. അഗ്രേ വായ്പേതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യം പരം വ്യാഖ്യാതം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാനയരത്നദീപം ആജാനുബാഹം അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണത്തിലെ 24-ാം ദിവസം യുദ്ധകാണ്ഡമാണ് നമ്മൾ ഇവിടെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ ശുഗബന്ധനം സേതുബന്ധനം ഈ ഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജസേവാർത്ഥമായി ശോകം വിന നാലമാത്യന്മാരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിനേരെ മുകളിൽ നിന്നു ഉച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാനത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമാ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിതേ. ആംനായ മൂർത്തേ രഘുപദേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്ന് രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ട് നൽകുകെന്ന അവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശ അജ്ഞാനിയാകിയാൽ ഏറ്റതില്ലേതുമേ. പഥ്യമായുള്ളത് ചൊല്ലിയത് ഏറ്റവും അപഥ്യമായി വന്നിതവനോ വിധിവശാൽ. വാളുമായെന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയേനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ. നാലമാത്യന്മാരുമായി ഇവിടെ കൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. വിഭീഷണൻ ആകാശവീതിയിൽ നിന്ന് രാമനാമം പാടി. രാമൻ്റെ ആജ്ഞ കിട്ടിയിട്ട് വേണം താഴെ വന്ന് സ്വാമിയെ നമസ്കരിക്കാൻ. വിഭീഷണന് 4 മന്ത്രിമാരും കൂടിയാണ് വന്നത് രാമപാദ ശരണാഗതിക്കായി. വിഭീഷണൻ പറഞ്ഞു, ഞാൻ ഏട്ടന് വേണ്ട പോലെ എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു ബലവും ഉണ്ടായില്ല. കാരണം അജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. എന്നെ നിഗ്രഹിക്കും, എൻ്റെ ചന്ദ്രഹാസിന് ഭക്ഷണമാക്കും എന്നാണ് ഏട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ആശ്രയിക്കുന്നു ഭഗവാനെ. വേറെ ഒരാലംബനവും എനിക്കില്ല. അത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു, രാക്ഷസന്മാർ മായാവികളാണ്, പ്രത്യേകിച്ചും രാവണൻ്റെ സഹോദരൻ. അതുകൊണ്ട് നന്നായി ആലോചിച്ച് വേണം ഇവനെ സ്വീകരിക്കാൻ. ശത്രുവിനെ വിശ്വസിക്കാം, പക്ഷേ ശത്രുപക്ഷത്തുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് സുഗ്രീവൻ പറഞ്ഞു. അത് കേട്ട് ഹനുമാൻ വന്നിട്ട് പറഞ്ഞു, ഈ വിഭീഷണൻ ഉത്തമനാണ്, നല്ല ആളാണ്. ശരണം പ്രാപിച്ച ആളെ നമ്മൾ രക്ഷിക്കുക തന്നെ വേണം. അസുരഗണത്തിൽ ജനിച്ചത് കൊണ്ട് ശത്രുക്കളാകില്ല. അത് കേട്ട് ശ്രീരാമസ്വാമി പറഞ്ഞു, മാരുതി പറഞ്ഞതാണ് ശരി. ഞാൻ വിഭീഷണനെ രക്ഷിക്കും. ഒരാൾ രക്ഷയ്ക്കായി വന്നാൽ അവനെ രക്ഷിച്ചില്ലെങ്കിൽ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാൽ അശ്വമേധയാഗം ചെയ്ത പുണ്യവാൻ്റെ പുണ്യമായി തീരും. ഞാനൊരു കഥ പറയാം, കേട്ടോളൂ. ശ്രീരാമചന്ദ്രസ്വാമി കഥ പറയാൻ തുടങ്ങി. ഒരു മാടപ്രാവ് ആൺപ്രാവിനോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു കാട്ടാരൻ വന്ന് പെൺപ്രാവിനെ കൊന്നു. തൻ്റെ ഇണ മരിച്ചു വീണത് കൊണ്ട് പാവം നോക്കിയിരുന്നു. എങ്കിലും വൃക്ഷത്തിന് മുകളിൽ തന്നെ ഇരുന്നു ആൺപ്രാവ്.
പെട്ടെന്ന് ഒരു വലിയ മഴ വന്നു. ആ കാട്ടാളിന് വിശക്കാൻ തുടങ്ങി. ആ കാട്ടാളിന് ഈ ആൺപ്രാവ് അഗ്നി ജ്വലിപ്പിച്ചു കൊടുത്തു പെൺപ്രാവിനെ ചുട്ടു തിന്നാൻ. എന്നിട്ടും കാട്ടാളിന് വിശപ്പ് മാറാതെ വന്നപ്പോൾ ആ ആൺപ്രാവ് തന്നെ അഗ്നിയിൽ സമർപ്പിച്ച് ആ ആൺപ്രാവും തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. ഇതേപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എന്നെ ശരണം പ്രാപിച്ചു വന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും. എന്തായാലും സുഗ്രീവ, നീ വിഭീഷണനെ വരുത്തൂ. വിഭീഷൺ വന്നു രാമപാദത്തിൽ നമസ്കരിച്ചു. പിന്നെ ഗംഭീരമായി സ്തുതിച്ചു. സോമബിംബാഭ പ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണസയുധം സുഗ്രീവമാരുതി മുഖ്യകപികുലസേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമ ചണ്ഡകോദണ്ഡധരായ നമോ നമ പണ്ഡിതഹിൽ പുണ്ടരീക ചണ്ഡാംശവേ ഗണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യം അനാദിഗൃഹസ്ഥായതേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മ അജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ മരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുന്നതിനില്ല സംശയം. എത്ര നാളേക്കറിയാതിരിക്കുന്നത് അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നതന്യുഹം ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്ര സംയോഗമൊക്കെയും ഓർത്താൽ ഒടുക്കും അനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നിധർമ്മ രക്ഷോ വരുണാനില രുദ്രജാഹി പാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലവും ഭവാൻ നൂന അണുവിങ്കിൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയനാദയാനിതേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടവാന്തകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തി നിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാക്കി സൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ സീതാപദേ രാമകാരുണീകോത്തമ യാതുദാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. വിഭീഷണൻ്റെ ആ സ്തുതി കേട്ട് ഭഗവാന് വളരെ സന്തോഷമായി. അപ്പോൾ ആ സമയം
സുഗ്രീവൻ വന്നിട്ട് വിഭീഷണനോട് പറഞ്ഞു, ഭഗവാൻ ഈ സമുദ്രം കടക്കാൻ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. ശ്രീരാമസ്വാമി ലക്ഷ്മണനെ വിളിച്ചു, എന്നെ കണ്ടതിൻ്റെ ബലം ഇപ്പോൾ തന്നെ വിഭീഷണന് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു. സമുദ്രത്തിൽ നിന്ന് ജലം കൊണ്ട് വന്ന് കപിവരന്മാരുടെ സാന്നിധ്യത്തിൽ വിഭീഷണന് അഭിഷേകം ചെയ്തു. എല്ലാ അനുഗ്രഹവും കൊടുത്തു. സുഗ്രീവൻ വിഭീഷണനോട് പറഞ്ഞു, രാവണ നിഗ്രഹത്തിന് സഹായം ചെയ്യണം. അത് കേട്ട് വിഭീഷണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാക്ഷാൽ ജഗന്മയൻ അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്ത് സഹായമാണ് ഈ ലോകത്തിൻ്റെ നാഥന് ഞാൻ ചെയ്തു കൊടുക്കുക? ആ സമയത്ത് വിഭീഷണൻ്റെ സ്തുതി കേട്ട് ഭഗവാൻ പറഞ്ഞു, ഭക്തിപരവശനായി സ്തുതിച്ചിരുന്ന ഭക്തനെ കണ്ട് തെളിഞ്ഞു ഒരു ഗൗതമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുഗ്ധസ്മിതപൂർവ്വം ഏവമരുൾ ചെയ്തു, ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ. ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ട് വിഭീഷൺ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനിലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ. ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി. നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ. ചിത്തേ വിഷയസുഖാശയില്ലേതുമേ. ത്വൽപാദ പങ്കുജ ഭക്തിരേവാസ്തുമേ നിത്യം ഇളക്കമൊഴിഞ്ഞു കൃപാനിരേ. ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, നീ എന്നെ ധ്യാനിച്ച് സന്തതം വാഴുക, അപ്പോൾ നിനക്ക് മോക്ഷം വരും. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞ് വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യിച്ചു. ഇനി ശുഗബന്ധനമാണ് അനുസ്മരിക്കുന്നത്. ശുഗബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകിയാൽ തക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിയിടാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനീ ഭാസ്കരസൂനോ പരാക്രമവാരിതേ. ഭാനുതനേനാം ഭാഗധേയാംബുദേ വാനരരാജമഹാകുലസംഭവ. ആതിഥേയേന്ദ്രസുതാനുജനാകയാൽ ഭാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരന രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തുതേ. മർക്കടസേനയോട് അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായുന്ന കേവലമെന്നുടെ ലങ്കാപുരമിടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നതെന്നോടിവിടെ വന്ന് അന്ധകാരം നിനച്ചിടായിക നീ വൃത. ഇത്തം ശുകോക്തികൾ കേട്ട് കപികുലമുത്തായ ചാടിപ്പിടിച്ചാർ അതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനദി കൃഷ്ണനായേറ്റം കരഞ്ഞു തുടങ്ങിയിടിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിതേ. രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ. നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവവീര ഹതോഹം പ്രഭാഹിമാം. ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിളക്കിനാരന്നേര ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടതങ്ങ് ദശഗ്രീവനോടത് ചൊല്ലിയിടുകെന്നത് കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുഖനോട് സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടണ ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്ക് കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിനെന്ന് ചെന്ന് ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞ അർക്കാനയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാൻ ഉര ചെയ്തേ അയക്കാവിത് എന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാൻ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ട് ആർത്തനായ രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ചിന്താന്വിതം ചീർത്തഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. വിഭീഷണൻ്റെ രാജ്യാഭിഷേകമൊക്കെ കഴിഞ്ഞു. ആ സമയത്താണ്
രാവണൻ്റെ ദൂതനായ ശുഗൻ എന്ന രാക്ഷസൻ അവിടേക്ക് വന്നത്. എന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ, നമ്മൾ തമ്മിൽ യാതൊരു വൈരാഗ്യവുമില്ല. നീ എന്നോട് വൈരം വെക്കേണ്ട. നീ കിഷ്കിന്ധയിലേക്ക് പോയിക്കോളൂ. അത് കേട്ട് വാനരന്മാർ എല്ലാം കൂടി അവനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടികൊണ്ട് വേദനിച്ച് ഭഗവാനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എന്നെ കൊല്ലാതെ വിടണേ ശ്രീരാമചന്ദ്രസ്വാമി. അപ്പോൾ ശ്രീരാം പറഞ്ഞു, അവനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ശുഗനെ കൊണ്ടുവന്നപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, ഞാൻ പറയുന്നവരെ നിങ്ങൾ ഇനി ഇവനെ വിട്ടയക്കരുത്. നമ്മൾ സേതുബന്ധനം ചെയ്ത ശേഷം ഇവനെല്ലാ വിവരവും രാവണനോട് പറയണം. അതുവരെ അവൻ നമ്മുടെ കൂടെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിച്ചു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, നമ്മൾ സേതുബന്ധനം എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ വിവരം ചോദിച്ചു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, വരുണനെ വേണ്ട പോലെ സേവിച്ചാൽ, വരുണൻ അനുഗ്രഹിച്ചാൽ സേതുബന്ധനം നടക്കും. അങ്ങനെ 3 നാൾ അഹോരാത്രം വരുണനെ ഉപാസിച്ചിരുന്നു. എന്നാൽ വരുണൻ അനങ്ങിയില്ല. ഭഗവാന് ദേഷ്യം വന്നു. അമ്പും വില്ലും എടുത്തു. അപ്പോൾ പെട്ടെന്ന് വരുണൻ വന്ന് ഭഗവാനെ സ്തുതിച്ചു. സേതുബന്ധനമാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. വരുണൻ ഭയത്തോടെ ഓടിവന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ വീണു. എന്നിട്ട് ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി ഭക്തിയോടെ. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക. അങ്ങനെ ഭയത്തോടെ വന്ന് വരുണൻ ഭഗവാന്റെ കാലിൽ നമസ്കരിച്ച് ഭക്തിയോടെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമാരമാപദേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം, സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി, സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളാൽ കഷ്ടമിതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും, മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തിൽ നിന്ന് അന്യതാ കർത്തമാരുള്ളതു ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലരായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തത്ര സത്വത്തിങ്കൽ നിന്നല്ല ദേവകൾ. തദ്രജോഭൂതങ്ങളായി പ്രദേശാദികൾ. തത്തമോത്ഭുതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമാദയാനിതേ. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാചിതജ്ഞനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം നതോസ്മി ഞാൻ. രാമചന്ദ്ര ഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ചവരിനോട് ഉത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. ബാണം മതിയ അമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിനു നീ കാട്ടിത്തരണമെനിക്ക് വാരാനിതേ. ആർണവനാഥനം ചൊല്ലിനാൻ അന്നേര അന്യൂന്യകാരണ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലെ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരർ എത്രയും ഭാരം ഉപദ്രവിച്ചിടുവോർ. വേഗാൽ അവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതോ നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിടും ആഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൂക്കിതാതരാൽ. വീരമണ്ഡലമൊക്കെ നശിക്കുക ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കുലദേശം അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരം ആകുലമെന്നീ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളിനാ കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയ തൽപരനത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരു
അരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തതു സേതു സംബന്ധനെ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീരമി എന്ന കവികളും സർവ്വദിക്കിങ്കൽ നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ടദാഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായത ആയുടൻ ഈരഞ്ചയോജന വിസ്താരമാവണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധോ രാമ ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹാരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവ മരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരാണസി പൂക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ. ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോട് സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തതു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാ നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. വിദ്രുത അദ്രിപാഷാണ തരുക്കളാൽ അദ്ദിനെ തീർന്ന് 14 യോജന, തീർന്ന് 20 യോജന, പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന, 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാൻ. മാരുതി കണ്ടേ കരേറി രഘൂത്തമൻ താരേയ കണ്ടേ സുമിത്ര തനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകൾ ഏറിനാൻ സേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയേ നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിപഗോപുര ജാല പരിക ശതഗ്നി സമന്വിതം. പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുത വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിവി സങ്കുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു. നീലശൈലാഭം ദശകിരീടോജലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ. സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. വരുണൻ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ് പറഞ്ഞു, ലങ്കയിലേക്ക് പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. നളൻ്റെ നേതൃത്വത്തിൽ സേതുബന്ധനം നടക്കട്ടെ. ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ അമ്പു തൊടുത്തു വെച്ചിരിക്കുകയാണ്, നീ പറയൂ ഇത് എവിടെ. വരുണനോട് പറഞ്ഞു, ഇത് എവിടേക്കെങ്കിലും അയക്കണം. അപ്പോൾ വരുണൻ പ്രത്യേകമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടേക്ക് അമ്പ് അയച്ചു. അവിടെയുള്ള രാക്ഷസന്മാരെ മുഴുവൻ കൊന്നു. ശ്രീരാമ ബാണം തിരിച്ചു വന്ന് അതിൻ്റെ തൂണീരത്തിൽ സ്ഥിതി ചെയ്തു. നളനെ സേതുബന്ധനത്തിന് ഏർപ്പാടാക്കിയ ശേഷം വ്യോമകേശം അങ്ങനെ അവിടെ രാമേശ്വര എന്ന് നാമം ചെയ്ത് അവിടെ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചു. പൂജയെല്ലാം ചെയ്തു. കാശിയിൽ പോയി ഗംഗയിൽ കുളിച്ച് ആ ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്ത് ഈ സേതുബന്ധനം കണ്ടാൽ അവർക്ക് എല്ലാ പാപങ്ങളും തീരുമെന്ന് ശ്രീരാമചന്ദ്രസ്വാമി അറിയിച്ചു. അതിനുശേഷം സേതുബന്ധനം ആരംഭിച്ചു. അങ്ങനെ 5 ദിവസം കൊണ്ട് 100 യോജന പൂർത്തിയായി. അങ്ങനെ ശ്രീരാമസ്വാമി ഹനുമാന്റെ തോളിലും ലക്ഷ്മണൻ അംഗദൻ്റെ തോളിലും ഇരുന്ന് സേതുബന്ധനം കടന്ന് മറുപുറത്തേക്കെത്തി. സുബേലാചലമുകളിൽ കയറി ലങ്കാപുരം കണ്ടു. തൻ്റെ പാർഷദന്മാരിൽ ഒരാൾ സുവർണ ലങ്കാപുരിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാൻ പിന്നെ ശുഗനെ പറഞ്ഞയച്ചു. അവൻ്റെ ദൂതനായി വന്നിരുന്നല്ലോ ശുഗൻ, ആ ശുഗനെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവസാനം അവർ സേതുബന്ധനം കഴിഞ്ഞ് മറ്റേ സൈഡിൽ വന്നപ്പോൾ ശുഗനെ വിട്ടയച്ചു. ശുഗൻ രാവണൻ്റെ അടുത്ത് ചെന്ന് എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു. ഈ ഭാഗത്തോടെ ഇന്നിവിടെ സമർപ്പിക്കുന്നു. ഈ അക്ഷരപ്പൂക്കൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ
ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ദശരഥാത്മജം ദേവവന്ദിതം ത്രിദശപൂജിതം ത്രിദിവപാലകം കാമപൂജിതം കാമദായകം രാമനായകം നിത്യമാശ്രയേ രഘുകുലോത്തമം രാവണാന്തകം രവികുലോദ്ഭവം രാഗനാശകം ഭക്തരക്ഷകം മുക്തിദായകം രാമനായകം നിത്യമാശ്രയേ. ശരണമേ ഗണേ രാമ ശരണമേ ഗണേ 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 രാമ ശരണമേ ഗണേ രാമ ശരണമേ ഗണേ. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാമോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ജയ് ശ്രീരാം.